പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പഠിപ്പിച്ചു തന്ന ചില ദൃഷ്ടാന്തങ്ങൾ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മൾക്ക് പഠിപ്പിച്ചു തന്ന ചില ദൃഷ്ടാന്തങ്ങൾ, അതാണ് നമ്മൾക്ക് ഇവിടെ ചർച്ച ചെയ്യാനുള്ളത്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ് വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ. മുഅ്മിനീങ്ങളുടെ ഡെഫിനിഷൻ പറയുകയാണ്. ആരാണ് മുഅ്മിനീങ്ങൾ? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ. മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞു തന്നത്, ഇദാ ദുകിറല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെടുമ്പോൾ, വജിലത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കിടുകിടാ വിറക്കണം. അല്ലാഹുവിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പേടിച്ച് വിറക്കണം. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ, സാദത്തുഹും ഈമാനാ, നമ്മുടെ ഈമാൻ വർദ്ധിക്കണം, നമ്മുടെ ഈമാൻ അധികരിക്കണം എന്നാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളായ ആളുകളെ കുറിച്ച് പറഞ്ഞു തന്നത്. ഇവർ വഅദ് കഴിയുമ്പോഴേക്കും നമ്മുടെ ഈമാൻ വർദ്ധിക്കണം, നമ്മുടെ ഈമാൻ അധികരിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമ്മളെ മുത്തഖീങ്ങളിലും മുഅ്മിനീങ്ങളിലും അല്ലാഹു പെടുത്തുമാറാവട്ടെ. മഹാനായ ഇബ്രാഹീം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്, അല്ലാഹുവേ, എങ്ങനെയാണ് മരിച്ചുപോയ ആളുകളെ നീ ജീവിപ്പിക്കുന്നത് എന്ന്. ഇദ് ഖാല ഇബ്രാഹീം റബ്ബി അരിനി കൈഫ തുഹ്യിൽ മൗതാ, അല്ലാഹുവേ, എങ്ങനെയാണ് മരിച്ചുപോയ ആളുകളെ നീ ജീവിപ്പിക്കുന്നതെന്ന് പറഞ്ഞു തരുമോ എന്ന് മഹാനായ ഇബ്രാഹീം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിക്കുമ്പോഴാണ് അല്ലാഹു തആല പറഞ്ഞു കൊടുത്തത്, യാ ഇബ്രാഹീം, ഇബ്രാഹീം നബിയെ, എന്തിനാണ് അതിന്റെ ആവശ്യം? അവലം തുഅ്മിൻ, നിനക്കെന്നിൽ വിശ്വാസമില്ലേ? എനിക്ക് ജീവിപ്പിക്കുവാനും മരിപ്പിക്കുവാനും കഴിയുമെന്നതിൽ താങ്കൾക്ക് വിശ്വാസമില്ലേ? അവലം തുഅ്മിൻ, നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അല്ലാഹുവിനെ കുറിച്ച് വിശ്വാസമില്ലാഞ്ഞിട്ടല്ലല്ലോ നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. അല്ലാഹുവിനെ കുറിച്ച് കൂടുതൽ തിരിച്ചറിയാൻ, അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാവാനും, അല്ലാഹുവിനെ കുറിച്ച് അറിയുകയും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയും നമ്മുടെ തഖ്വ വർദ്ധിക്കുകയും ചെയ്യാൻ വേണ്ടിയാണ് നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയത്. അതേപോലെ മഹാനായ ഇബ്രാഹീം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് മറുപടി പറഞ്ഞു, അവലം തുഅ്മിൻ, നിനക്ക് വിശ്വാസമില്ലേ ഇബ്രാഹീം എന്ന് ചോദിക്കുമ്പോഴാണ് പറഞ്ഞത്, ബല, ഉണ്ട് പടച്ചോനെ, എനിക്ക് വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, വലാകിൻ ലിയത്മഇന്ന ഖൽബി, എന്റെ ഹൃദയത്തിന് ഒരു സമാധാനം ലഭിക്കാനാണ്. എനിക്ക് വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, എന്റെ ഹൃദയത്തിന് ഒരു സമാധാനം ലഭിക്കാൻ എങ്ങനെയാണ് മരിച്ചുപോയ ആളുകളെ നീ പുനർജീവിപ്പിക്കുന്നത് എന്നൊന്ന് കാണിച്ചു തരുമോ എന്ന് അല്ലാഹുവിനോട് ചോദിക്കുകയാണ്. നമ്മുടെ ഈ ഒരു വഅദ് കഴിയുമ്പോഴേക്കും ലിയത്മഇന്ന ഖൽബി, നമ്മുടെ ഹൃദയങ്ങളിൽ ഒരു സമാധാനം വേണം, ഒരു തൃപ്തി വേണം, ഒരു ആശ്വാസം വേണം. ഈ മതത്തിലാണല്ലോ ഞാൻ വിശ്വസിക്കുന്നത്, ഈ ദൈവത്തെയാണല്ലോ ഞാൻ അംഗീകരിക്കുന്നത്, ഈ ഹബീബിനെയാണല്ലോ ഞാൻ പിൻപറ്റുന്നത് എന്നൊരു വിശ്വാസം, എന്നൊരു താല്പര്യം നമ്മുടെ മനസ്സിലുണ്ടാവണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപ്പോഴാണ് അല്ലാഹു പറഞ്ഞു കൊടുക്കുന്നത്, ഫഖുദ് അർബഅതൻ മിനത് ത്വയ്രി, 4 പക്ഷികളെ കൊണ്ടുവരണം, ഫസുറുഹുന്ന ഇലൈക്, എന്നിട്ട് അതിനെ കഷ്ണങ്ങളാക്കി വ്യത്യസ്തമായ പർവ്വതങ്ങളിൽ കൊണ്ടുവെക്കണം. അവരെ വിളിച്ചേക്ക്, 4 പേരും 4 പക്ഷികളും ഒന്നിച്ച് പറന്നു വരുന്നത് കാണാമെന്ന് മഹാനായ ഇബ്രാഹീം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറയുന്ന രംഗം പരിശുദ്ധമായ ഖുർആൻ രേഖപ്പെടുത്തുന്നുണ്ട്. ഏതായാലും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത് അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുവാനും നമ്മുടെ ഹൃദയങ്ങളിൽ തഖ്വ വർദ്ധിക്കുവാനുമാണ്. അല്ലാഹു നമ്മെ മുത്തഖീങ്ങളിൽ പെടുത്തുമാറാവട്ടെ. അല്ലാഹുവിനെ വേണമെങ്കിൽ ഡയറക്റ്റ് ആകാശത്ത് നിന്ന് ഇറങ്ങി വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഞാൻ റബ്ബാണ്, എന്നിൽ വിശ്വസിക്കണമെന്ന് പറയാം. എന്തിനാണ് ഇങ്ങനെയൊന്നും ചെയ്യാതെ അല്ലാഹു മറഞ്ഞു നിൽക്കുന്നത്? പുത്ലി കി ത്വറ ഹർ നസർ സേ മസ്തൂർ ഹൈ തൂ, ആംഖേൻ ജിസേ ഢൂംഢതേ ഹൈ वो राज है तू, पुतली की तरह
ഹർ നസർ സേ മസ്തൂർ ഹേ തൂ. കൃഷ്ണമണി പോലെ പടച്ച റബ്ബേ നീ ഞങ്ങളിൽ നിന്ന് മറഞ്ഞു നിൽക്കുകയാണല്ലോ. ആംഖേ ജിസേ ഡൂണ്ട്തേ ഹേ, നമ്മുടെ കണ്ണ് ആരെയാണോ അന്വേഷിക്കുന്നത്, ഏത് രഹസ്യമാണോ കാണാൻ ആഗ്രഹിക്കുന്നത്, ആ രഹസ്യമാണ് നീ. എന്തിനാണ് നമ്മുടെ കണ്ണുകളിൽ നിന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മറഞ്ഞു നിൽക്കുന്നത്, നമ്മൾ കാണാതെ മറഞ്ഞു നിൽക്കുന്നത്? യുഅ്മിനൂന ബിൽ ഗൈബി, അദൃശ്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് മുഅ്മിനീങ്ങളെന്ന് എന്തിനാണ് അല്ലാഹു പറഞ്ഞത്? അത് അല്ലാഹു തന്നെ പരിശുദ്ധ ഖുർആനിൽ വിശദീകരിക്കുകയാണ്. വലൗ ശാഅ റബ്ബുക, നിങ്ങളുടെ റബ്ബ്, നിങ്ങളുടെ രക്ഷിതാവ് ഉദ്ദേശിക്കുകയാണെങ്കിൽ ലആമന മൻ ഫിൽ അർളി, ഭൂമിയിലുള്ള എല്ലാ ആളുകളും വിശ്വസിക്കുക തന്നെ ചെയ്യും. ഒരു അമുസ്ലിം ഉണ്ടാവൂല, എല്ലാവരും മുസ്ലിമീങ്ങളായിരിക്കും. കുല്ലുഹും ജമീഅ, എല്ലാവരെയും മുസ്ലിമാക്കാൻ എനിക്ക് കഴിയാഞ്ഞിട്ടല്ല. പക്ഷെ അതിന്റെ ആവശ്യമില്ല. അങ്ങനെ ആളുകൾ മുസ്ലിമീങ്ങളായി സ്വർഗത്തിലേക്ക് പോവേണ്ട ആവശ്യമില്ല. അല്പം പരീക്ഷണങ്ങളിലൂടെ, അല്പം പ്രയാസങ്ങളിലൂടെ അദൃശ്യമായ കാര്യങ്ങളൊക്കെ വിശ്വസിച്ച് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ, അവര് മാത്രം മതി സ്വർഗത്തിലേക്കെന്ന്. എനിക്കെല്ലാവരെയും ഒന്നിച്ച് ജീവിപ്പിക്കുവാനും ഒന്നിപ്പിച്ച് മരിപ്പിക്കുവാനും എനിക്ക് കഴിയാഞ്ഞിട്ടല്ല. അവരെയൊക്കെ മുസ്ലിമീങ്ങളാക്കുവാനും എനിക്ക് കഴിയാഞ്ഞിട്ടല്ല. തബാറകല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ വഹുവ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചത് ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി അമൽ ചെയ്യുന്നത്, ഏറ്റവും നന്നായി ഇബാദത്ത് ചെയ്യുന്നവൻ ആരാണെന്നറിയാനാണ് അല്ലാഹു മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചത്. ഇധർ ജിന്ദഗി കാ ജനാസ ഉഠേഗാ ഉധർ ജിന്ദഗി കാ ദുൽഹൻ ബനേഗാ. എന്തിനാണ് ഇവിടെ ഒരു വീട്ടിൽ മരിച്ച് കഫൻ ചെയ്യുമ്പോ മറ്റൊരു വീട്ടിൽ മണിയറ ഒരുക്കുന്നത്? അള്ളാഹുവിന് എല്ലാവരെയും ഒന്നിച്ച് ഒരേ മൈതാനിയിൽ ഒരേ സമയത്ത് ജീവിപ്പിക്കുകയും ഒന്നിപ്പിച്ച് മരിപ്പിക്കാൻ അള്ളാഹുവിന് സാധിക്കാഞ്ഞിട്ടാണോ? അല്ല, ഒരാൾ മരിക്കുന്നത് കാണുമ്പോ മറ്റൊരാൾക്ക് പാഠമാവണം, മറ്റൊരാൾ പഠിക്കണം. ഇയാൾ മരിച്ചു പോയല്ലോ, ഞാനും മരിക്കാനുള്ളവനാണല്ലോ. ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ഇതൊക്കെ കണ്ടിട്ട് ആരാണ് നന്നാവാൻ തയ്യാറുള്ളത്, അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ സൃഷ്ടിച്ചത് എന്ന് അള്ളാഹു പരിശുദ്ധമായ സൂറത്തുൽ മുൽക്കിലൂടെ നമ്മോട് പഠിപ്പിച്ചു തരുന്നുണ്ട്. അള്ളാഹുവിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? എല്ലാവരെയും ഒന്നിച്ച് പടച്ച് എല്ലാവരെയും മുസ്ലിമാക്കി ജീവിപ്പിക്കുകയും മുസ്ലിമായി മരിപ്പിക്കാൻ അള്ളാഹുവിന് സാധിക്കാഞ്ഞിട്ടല്ല. പക്ഷേ അങ്ങനെ ആളുകൾ ഇസ്ലാം സ്വീകരിക്കേണ്ട ആവശ്യം അള്ളാഹുവിനില്ല. അള്ളാഹു ചോദിക്കുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, അഫഅൻത തുക്രിഹുന്നാസ ഹത്താ യകൂനൂ മുഅ്മിനീൻ, നബിയേ നിങ്ങൾ സമൂഹത്തെ നിർബന്ധിക്കുകയാണോ, അവർ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ വേണ്ടി നബിയെ താങ്കൾ നിർബന്ധിക്കുകയാണോ എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്. നിർബന്ധിക്കേണ്ട ആവശ്യമില്ലെന്നാണ്. ഇതൊക്കെ കണ്ടിട്ട് ഇതൊക്കെ മനസ്സിലായിട്ട് ആരാണ് ഇങ്ങോട്ട് വരുന്നത്, അവർ വന്നാ മതി എന്നാണ് അള്ളാഹുവിന്റെ ദീനിന്റെ താല്പര്യം. ദഅവത്ത് ചെയ്യണം, അവർക്ക് എത്തിച്ചു കൊടുക്കണം, പക്ഷേ നിർബന്ധിപ്പിക്കേണ്ട ആവശ്യമില്ല. പരിശുദ്ധ ഖുർആൻ ചില ആയത്തുകൾ കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് മാറ്റം വരാറുണ്ട്. ഒരായത്ത് മതി ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്, അള്ളാഹുവിന്റെ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒരു ആയത്തോ ഒരു സൂറത്തോ കൊണ്ടുവരാൻ പറ്റുമോ? ദുനിയാനെ ബഹുത് ഢൂണ്ടാ മുഹമ്മദ് കാ ജവാബ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ വെല്ലുവിളികൾക്ക് മറുപടി പറയാൻ ലോകത്ത് അള്ളാഹുവിന്റെ ഹബീബിന്റെ കാലം മുതൽ ഇന്നേ വരെ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവർക്കതിന്റെ ഒരു നിഴല് പോലും കൊണ്ടുവരാൻ സാധിച്ചില്ലല്ലോ. എന്താണ് വെല്ലുവിളി? ഖുർആനിനെ പോലത്തെ ഒരു ആയത്ത്, അതുപോലെയുള്ള ഒരു സൂറത്ത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ? അല്ലാഹു അല്ലാതെ ആരെ വേണമെങ്കിലും സഹായത്തിന് വിളിക്കാമെന്ന് പരിശുദ്ധമായ ഖുർആനിലുള്ള വെല്ലുവിളി ഇന്ന് വരെ ഒരാളും ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല. അത് തന്നെയാണ് ഖുർആനിന്റെ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമായി ഖുർആനിനെ നമ്മൾ കാണാനുള്ള കാരണവും. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. ലോകത്തുള്ള സകല വസ്തുക്കളും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അള്ളാഹു സൃഷ്ടിച്ചതാണ്, നമ്മൾ സൃഷ്ടിയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സൃഷ്ടിയാണ്. എന്നാൽ ഖുർആൻ സൃഷ്ടിയല്ല, അള്ളാഹുവാണ്.
അള്ളാഹുവിന്റെ ദാത്താണത്, അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ സംസാരമാണ്. അതാണ് ഖുർആൻ. അള്ളാഹു തന്നെയാണ് ഖുർആൻ. അള്ളാഹുവിന്റെ ദാത്താണ് ഖുർആൻ, അള്ളാഹുവിന്റെ കലാമാണ് ഖുർആൻ. അതുകൊണ്ട് ഖുർആനിൽ അത്ഭുതങ്ങളില്ലാതിരിക്കുമോ? മറജൽ ബഹ്റൈനി യൽതഖിയാൻ. കടലിന്റെ കരയിൽ താമസിക്കുന്ന നമ്മൾക്ക് വലിയൊരു പാഠമായി കൊള്ളട്ടെ. മറജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ. രണ്ട് കടലിന്റെ ഇടയിൽ, അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെയും ജിബ്രാൾട്ടർ കടലിടുക്കിന്റെയും ഇടയിൽ ഒരു ഇൻവിസിബിൾ ബാരിയർ ഉണ്ട്. ഇൻവിസിബിൾ ബാരിയർ, അദൃശ്യമായൊരു തടസ്സം, അദൃശ്യമായൊരു കർട്ടൻ, അദൃശ്യമായൊരു മറയുണ്ട്. ഇത് ആരാണ് സൃഷ്ടിച്ചത്? അല്ലാഹു പരിശുദ്ധമായ സൂറത്തുൽ ഫുർഖാനിൽ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. വഹുവല്ലദീ മറജൽ ബഹ്റൈൻ ഹാദാ അദ്ബുൻ ഫുറാത്ത് വഹാദാ മിൽഹുൻ ഉജാജ് വജഅല ബൈനഹുമാ ബർസഖൻ വഹിജ്റൻ മഹ്ജൂറാ. ആരാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെയും ജിബ്രാൾട്ടർ കടലിടുക്കിന്റെയും ഇടയിൽ ഒരു ബാരിയർ ആരാണ്, ഒരു തടസ്സം ആരാണ് വെച്ചത്? ഇപ്പുറത്തുള്ള വെള്ളം സാൾട്ടി വാട്ടർ, ഉപ്പുവെള്ളമാണ്. തൊട്ടപ്പുറത്തുള്ളത് സ്വീറ്റ് വാട്ടർ, മധുരമുള്ള വെള്ളമാണ്. ആ രണ്ട് വെള്ളവും പരസ്പരം കൂടിച്ചേർന്നുകൊണ്ട് എന്തേ മിങ്കിളാവാത്തത്? രണ്ടും പരസ്പരം കൂടിച്ചേരാത്തത്? ഒരു ഗ്ലാസിലേക്ക് ഉപ്പുവെള്ളവും സാദാ വെള്ളവും ഒഴിക്കുമ്പോൾ അത് കൂടിച്ചേരുന്നത് പോലെ എന്തേ കടലുള്ള ആ രണ്ട് വെള്ളങ്ങൾ പരസ്പരം കൂടിച്ചേരാത്തത്? ക്യാപ്റ്റൻ കോസ്റ്റോ എന്ന് പറയുന്ന ഫ്രഞ്ചുകാരനായ ഒരു ശാസ്ത്രജ്ഞൻ കടലിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ, കടലിന്റെ ആഴങ്ങളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ, കടലിന്റെ വെള്ളങ്ങളെ കുറിച്ച്, അതിലുള്ള അത്ഭുതങ്ങളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു തടസ്സം കാണുകയാണ്. അവിടെയുള്ള വെള്ളം ഇങ്ങോട്ട് ചേരുന്നില്ല, ഇവിടെയുള്ള വെള്ളം അങ്ങോട്ടും ചേരുന്നില്ല. എന്തോ ഒരു അത്ഭുതം ഇവിടെ നടക്കുന്നുണ്ട്. ഒരുപാട് അന്വേഷണങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാകാതിരിക്കുമ്പോഴാണ് പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു ആയത്ത് കാണുന്നത്. മറജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ. രണ്ട് കടലുകൾ പരസ്പരം കൂട്ടിമുട്ടുന്നുണ്ട്, പക്ഷേ അതിന്റെ ഇടയിൽ ആർക്കും കാണാത്ത ഒരു മറ അല്ലാഹു വെച്ചിട്ടുണ്ട്. ഹാദാ അദ്ബുൻ ഫുറാത്ത്. ഇത് നല്ല മധുരമുള്ള സ്വീറ്റ് വാട്ടർ ആണ്. വഹാദാ മിൽഹുൻ ഉജാജ്. ഇത് നല്ല സാൾട്ടി വാട്ടർ ആണ്, ഉപ്പുള്ള വെള്ളമാണ്. എന്നാൽ അല്ലാഹു പറയുന്നു വജഅല ബൈനഹുമാ ബർസഖ. ആ മധുരമുള്ള വെള്ളത്തിന്റെയും ഉപ്പുള്ള വെള്ളത്തിന്റെയും ഇടയിൽ ഞാനൊരു മറ വെച്ചിട്ടുണ്ട്. അത് ഇന്നും എല്ലാവർക്കും കാണുന്ന വിഷയമാണ്. ഇത് കേൾക്കുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് പരിശുദ്ധമായ ഖുർആനിലെ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നുള്ളൂ. ഇത് ഡിവൈൻ ബുക്ക്, ഇത് ദൈവത്തിന്റെ പുസ്തകമാണ്, ഇത് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്യാപ്റ്റൻ കോസ്റ്റോ എന്ന് പറയുന്ന ഫ്രഞ്ചുകാരനായ ശാസ്ത്രജ്ഞൻ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹുവല്ലാതെ വേറൊരു ദൈവമില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണ്ടേ? അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ചിന്തിക്കണ്ടേ? ആകാശലോകങ്ങൾ ഒന്ന് നോക്കുമ്പോ, ആകാശങ്ങൾ കാണുമ്പോ ഒന്ന് നമ്മൾ ആലോചിക്കണം, ഇതാരാണ് സൃഷ്ടിച്ചത്? ഇതിന്റെ സൃഷ്ടിപ്പ് ആരുടെ കയ്യിലാണ്? ഇതിന്റെ സൃഷ്ടാവ് ആരാണെന്ന് ഓരോ ആളുകളും ആലോചിക്കണം. ആലോചിച്ചില്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് പാളിച്ചകൾ വന്നു പോകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം